ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്, എങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ നീറ്റിന് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനു മുൻപ് ഒരു ചോദ്യമുള്ളത്, ഓൾമോസ്റ്റ് 22 ലക്ഷം കുട്ടികളാണ് ഓരോ വർഷവും ഈ നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ ഈ 22 ലക്ഷം കുട്ടികളിൽ നിന്ന് എത്ര കുട്ടികൾക്ക് ആക്ച്വലി MBBS സീറ്റ് കിട്ടുന്നുണ്ടാവും? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നോക്കുക. നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. പക്ഷെ അതിനു മുൻപ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ നീറ്റ് എക്സാമിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സാം നടത്തുന്നത് NTA എന്ന് പറഞ്ഞ ഏജൻസിയാണ്. അപ്പോൾ അവരാണ് പേപ്പറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് കാര്യം, മോഡ് ഓഫ് എക്സാമിനേഷൻ പെൻ ആൻഡ് പേപ്പർ ആണ്. OMR ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ പേപ്പറിൽ ഇങ്ങനെ സർക്കിൾ അടിച്ച് പോകേണ്ട പരിപാടിയാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ JEE പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇമീഡിയറ്റ്ലി ഇല്ലെങ്കിലും അടുത്തൊരു 5 വർഷത്തിൽ അതിലേക്കൊരു ട്രാൻസിഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇനി JEEന്റെയും കീമിന്റെയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഡ്യൂറേഷൻ വരുന്നത് 3 hours ആണ്. ദാറ്റ് ഈസ് ബേസിക്കലി 180 minutes ആണുള്ളത്. ആ 180 minutes കൊണ്ട് നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. ടോട്ടൽ 720 മാർക്ക് ഉണ്ടാവുക. അതായത് ബേസിക്കലി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു ക്വസ്റ്റിന് ഓൺ ആൻ ആവറേജ് 1 മിനിറ്റേ ഉള്ളൂ. ഇനി ഇത് ഭയങ്കര മോശമുള്ള കാര്യമൊന്നുമല്ല, കാരണം ബയോളജിയിലെ പല ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് 1 മിനിറ്റിന് പോയിട്ട് 10 സെക്കൻഡ് പോലും എടുക്കുന്നുണ്ടാവില്ല. എന്നാൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലേക്ക് ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് 2-3 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഡൂവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ് കാര്യം, സെക്ഷൻസ് നമ്മൾ നോക്കുകയാണ്. ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കെമിസ്ട്രിയിലും സെയിം ആയിരിക്കും ഉണ്ടാവുക, ബയോളജിയിൽ ബോട്ടണി സുവോളജി ഉള്ളത് കൊണ്ട് തന്നെ 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒബ്വിയസ്ലി വെയിറ്റേജ് കൂടുതൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബയോളജിക്ക് തന്നെയാണ്. മാർക്കിംഗ് വരിക, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ 4 മാർക്കായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് 180 × 4 ആണ് 720 വരിക. നിങ്ങൾ തെറ്റ് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നിങ്ങൾ ഉത്തരം കൊടുത്തില്ലേ 0 മാർക്കായിരിക്കും കിട്ടാൻ. ലാസ്റ്റ് കാര്യം, സിലബസ് വരാൻ പോകുന്നത് നിങ്ങളുടെ +1 +2 NCERT സിലബസ് ആണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എന്തൊക്കെയാണോ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും പഠിക്കാനുള്ളത് അതേ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾക്ക് നീറ്റിലും കാണാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ് മനസ്സിലാക്കി സ്ഥിതിക്ക് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിന് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓബ്വിയസ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് +1 തന്നെയാണ്. അങ്ങനെ +1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു നല്ല റോഡ് മാപ്പ് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, റോഡ് മാപ്പ് വളരെ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾ ജൂണിൽ നിങ്ങളുടെ +1 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നീറ്റിന്റെയും പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കണം, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നീറ്റിന്റെ കാര്യങ്ങൾ പഠിക്കണം. എന്നിട്ട് ഡിസംബർ ആകുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കംപ്ലീറ്റ് പോർഷൻസ് +1 പോർഷൻസ് തീർത്തിരിക്കണം. കാരണം ഡിസംബർ മുതൽ നമുക്ക് ഫെബ്രുവരി വരെയെങ്കിലും നമുക്ക് റിവിഷൻ ചെയ്യാനുണ്ടാവും. ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ അല്ല. നിങ്ങൾ നീറ്റിന് വേണ്ടി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കുറേ ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ റിവൈസ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്, അതുവരെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണിത്. അതിനുശേഷം ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ മെല്ലെ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം. CBSEക്കാർക്ക് അങ്ങനെ ഒരു ബോർഡ് എക്സാം +1 ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ റിവിഷന്റെ സമയം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നീറ്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് +1 തീരുന്നതായിരിക്കും, ഇൻക്ലൂഡിംഗ് നീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് +2ന്റെ റോഡ് മാപ്പ് നോക്കാം. +2 നിങ്ങൾ ഏപ്രിലിൽ തന്നെ മിനിമം സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ നീറ്റ് പോലത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തില്ല നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സിലബസ് തീർക്കാൻ പറ്റില്ല. നിങ്ങളുടെ +2 സിലബസ് കുറച്ചും കൂടി നേരത്തെ നിങ്ങൾ തീർക്കണം, കാരണം നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ ആകുമ്പോഴെങ്കിലും നിങ്ങളുടെ +2 സിലബസ് നിങ്ങൾ തീർത്തിരിക്കണം. സെപ്റ്റംബർ മുതൽ ജാനുവരി വരെ നിങ്ങൾക്ക് നീറ്റിന് വേണ്ടി റിവിഷൻ ആണ്. ഈ റിവിഷന്റെ സമയം നിങ്ങൾ +2ന് പഠിച്ച നീറ്റും +1 പഠിച്ച നീറ്റും നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. കാരണം പല കാര്യങ്ങളും നിങ്ങൾ +1 പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്യാനുള്ള നല്ലൊരു ടൈമാണിത്. അതിനുശേഷം ജാനുവരി മുതലെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുന്നതായിരിക്കും. മാത്രമല്ല ബോർഡ് എക്സാം വളരെ സീരിയസ് ആയിരിക്കും. ആ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. മാർച്ച് ആകുമ്പോൾ ബോർഡ് എക്സാമിനേഷൻ കാര്യങ്ങളും കഴിയും. വീണ്ടും ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് മെയ് വരെയുള്ള ഭാഗം നിങ്ങൾക്ക് റിവിഷനുള്ള സമയമല്ല, അവിടെ കംപ്ലീറ്റ്ലി മോക്ക് എക്സാംസ് എഴുതാൻ വേണ്ടിയുള്ള സമയമാണ്. അതായത് ബേസിക്കലി ഈ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് റിവിഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പാണ് ചെയ്യേണ്ടത്. ആ എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് എക്സാംസിലൂടെയാണ്. മാക്സിമം മോക്ക് എക്സാംസ് എഴുതുക, നിങ്ങളുടെ മൊത്തം സ്ട്രാറ്റജി റിഫൈൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആക്ച്വൽ പരീക്ഷ എഴുതുക. ഇനി ഇവിടെ നിങ്ങൾ കണ്ടത് ഒരു ഐഡിയൽ റോഡ് മാപ്പ് ആണ്. പ്രാക്ടിക്കലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതിൽ കുറേ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് +1 ഈ രീതിയിലൊന്നും തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, വേറെയും കുറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ സ്കൂളിലെ വർക്ക് ഭയങ്കര അധികം നിങ്ങൾക്ക് പ്രഷർ തരുന്നുണ്ടാവും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഐഡിയൽ ആയിട്ട് ഫോളോ ചെയ്യപ്പെടേണ്ട ഒരു റോഡ് മാപ്പ് ആണ്. ഇതിൽ നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ പ്രാക്ടിക്കാലിറ്റിയും അനുസരിച്ച് നിങ്ങൾ ട്വീക്സ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഓവറോൾ ഏതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ +1 +2 ഷെഡ്യൂൾ ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം. ഇതിന്റെ ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരാം. ഫിസിക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫിസിക്സ് ആണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സബ്ജക്ട്.
ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഫിസിക്സിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കുത്തി ഇരുന്നിട്ട് നീറ്റ് എക്സാമിന്റെ സമയത്താണെങ്കിൽ പോലും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവുക. കെമിസ്ട്രിയും ബയോളജിയും കമ്പാരിറ്റീവ്ലി സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അറിയാം അല്ല അറിയില്ല. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ആക്റ്റീവ്ലി ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. എന്നാൽ ഫിസിക്സിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും അങ്ങനെ ആക്റ്റീവ്ലി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് പൊതുവെ ആർക്കും അത് വലിയ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കണം. ഫിസിക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഫിസിക്സിന്റെ കാര്യത്തിൽ കൂടുതലും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. പല കുട്ടികളും ഫിസിക്സ് പഠിക്കാൻ നീറ്റിന് വേണ്ടിയിട്ട് ആദ്യം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കും, പിന്നെ കുറേ ചോദ്യങ്ങൾ ചെയ്ത് അതിലൂടെ പഠിക്കാൻ വേണ്ടി നോക്കും. അത് ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നുമെങ്കിലും ലോങ് ടേമിൽ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സ്കോറാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ അത് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും കോൺസെപ്റ്റ് എല്ലാം നന്നായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങളെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഒബ്വിയസ്ലി ക്വസ്റ്റൻസ് മാക്സിമം പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ വൺസ് കോൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം മാത്രം. നിങ്ങൾ ക്വസ്റ്റൻസിലൂടെയാണ് ഈ കോൺസെപ്റ്റ് പഠിക്കാൻ നോക്കുന്നെങ്കിൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഒരു ചോദ്യം ചെയ്തിട്ട് ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ധാരണ ഉണ്ടാക്കി വെക്കും. പക്ഷേ നിങ്ങൾ അടുത്ത ചോദ്യത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് ഫസ്റ്റ് ദെൻ പ്രാക്ടീസ്. ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല പല റെഫറൻസ് ബുക്സ് ഉപയോഗിക്കാം. അതിൽ ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയലാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്കിന്റെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തിയറി എല്ലാം വളരെ കറക്റ്റ് ആണ്. പക്ഷേ അതിന്റെ മോശം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് മോശം. ഒന്ന്, അതിന്റെ ലാംഗ്വേജ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് കംപ്ലീറ്റ് ടീച്ചർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതിയാവും. രണ്ടാമത്തെ ഫോൾട്ട് എന്ന് വെച്ചാൽ NCERT കുറേ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങളുടെ കോച്ചിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അവിടുത്തെ മെറ്റീരിയൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ റെഫറൻസ് ബുക്ക് ഉപയോഗിക്കാം. റെഫറൻസ് ബുക്ക് ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയാവും. ഏത് ചൂസ് ചെയ്യുന്നതിന് വലിയൊരു അർത്ഥമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ബുക്സിനും ക്വസ്റ്റൻസ് ഒക്കെ ഓവർലാപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കെമിസ്ട്രിയുടെ കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആയിരിക്കും. കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കണം. പക്ഷേ കെമിസ്ട്രിയിൽ കുറച്ചും കൂടി പ്രത്യേകത ഉള്ളത് ഒന്ന് ഇൻഓർഗാനിക്കിലും ഓർഗാനിക്കിലുമാണ്. കുറേ റിയാക്ഷൻസും കുറേ പ്രോപ്പർട്ടീസും പ്രത്യേകിച്ച് ഇൻഓർഗാനിക്കിലൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും. ആ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് +1 +2 കെമിസ്ട്രി മുഴുവനായിട്ട് ഓർത്ത് വെക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ട്രിക്സ് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 2 വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അത് 2 ഇവിടെ കാണുന്നുണ്ടാവും. അത് പോയി കാണാം. അതുകൂടാതെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, പൊതുവെ നല്ല ടീച്ചേഴ്സ് ആണ്, കെമിസ്ട്രിയിൽ ഇൻഓർഗാനിക് ഓർഗാനിക് പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവർ തരുന്നതായിരിക്കും. അതൊരു ക്യാച്ച് ചെയ്യുക, അല്ല നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഫിസിക്കൽ കെമിസ്ട്രി ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ ട്രിക്കും കാര്യങ്ങളും ഉപരി നിങ്ങൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒബ്വിയസ്ലി കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം. കാരണം അവിടെ കുറേ കാൽക്കുലേഷൻ ഓറിയന്റഡ് ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതിൽ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കെമിസ്ട്രിക്ക് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. NCERT ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി മെറ്റീരിയൽ. സെക്കൻഡറി മെറ്റീരിയൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബുക്കും കൂടി വാങ്ങാം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ പല നീറ്റ് ടോപ്പേഴ്സും റെക്കമെൻഡ് ചെയ്ത ബുക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിലെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണം വാങ്ങാം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ NCERT നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിലെ ബേസിക് ക്വസ്റ്റൻസും ബേസിക് കാര്യങ്ങളും തീർത്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ബുക്കിൽ നിന്ന് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ബയോളജിയുടെ കാര്യം നോക്കാം. ബയോളജിയുടെ കാര്യത്തിൽ NCERT ആണ് മുഖ്യം. കാരണം NCERT ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. പല കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കണം. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ മൊത്തം +1 +2 ജേർണിയിൽ മിനിമം നിങ്ങൾ 3 to 4 ടൈംസ് എങ്കിലും NCERT നിങ്ങൾ വായിച്ചിരിക്കണം ഓരോ ചാപ്റ്ററും. ഞാനൊരു AIMSൽ പഠിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അലൻ സാറിന്റെ ഫ്രണ്ടാണ്. അവരോട് സംസാരിച്ചു 10-11 പ്രാവശ്യമെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്ക് ബയോളജി വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് NCERTയുടെ ഇമ്പോർട്ടൻസ് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോളജിയിലെ ടഫ് ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ കോൺസെപ്റ്റ് അവിടെയും മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ റോഡ് മെമ്മറൈസേഷൻ വർക്ക് ആവണില്ല. പക്ഷെ അതേസമയം മെമ്മറൈസേഷൻ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ കെമിസ്ട്രിയിൽ പറഞ്ഞ പോലെ ട്രിക്സ് ഉപയോഗിക്കുന്ന വളരെ നല്ലതായിരിക്കും. ബയോളജിയുടെ ബുക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ NCERT തന്നെയാണ് മെയിൻ. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുക്കും കൂടി വാങ്ങാം. ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്ന ബുക്കല്ല, ഏതെങ്കിലും ഒരു ബുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. നീറ്റിന് വേണ്ടിയിട്ട് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പബ്ലിഷറിന്റെ ഏത് ബുക്കും ഓക്കെ ആയിരിക്കും. ഇത് കൂടാതെ നിങ്ങളുടെ ബുക്സിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു PYQ ബുക്കും കൂടെ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ പ്രീവിയസ് ഇയറിന്റെ ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് വാങ്ങാം, അല്ല എക്സാമിനറുടെ പോലത്തെ സിംഗിൾ ആയിട്ടുള്ള ബുക്ക് വാങ്ങാം. റെക്കമെൻഡേഷൻ ഒന്നല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു നിങ്ങൾ +1 ഒക്കെ കഴിയാനാവുമ്പോഴെങ്കിലും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എങ്കിലും നിങ്ങൾ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. ഇതുകൂടാതെ നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക്ക് എക്സാമിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങൾ നീറ്റ് എക്സാം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അല്ലെ നല്ല പൈസയൊക്കെ ഉള്ള സംഗതിയാണ്. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വരും. ഒന്ന്, ഇതിൽ പുതിയ ക്വസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. മിക്ക സമയത്തും ബുക്സ് ഒക്കെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഈ മോക്ക് എക്സാംസിലെ ക്വസ്റ്റൻസ് ഒക്കെ പുതിയ പാറ്റേണിനോട് ചായ്വ് കൂടുതലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വെച്ചാൽ ആക്ച്വൽ എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. ആ എക്സാംസ് നിങ്ങൾ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം ആക്ച്വൽ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് ആ തഴക്കം കൂടി വരും. പക്ഷേ ഒബ്വിയസ്ലി ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അത് മെല്ലെ +1 ഒക്കെ എൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഈ മോക്ക് എക്സാമിന്റെ കാര്യത്തിൽ പലരും ഒരു അബദ്ധം കാണിക്കും. അവർ
അവസാനത്തേക്ക് മാത്രമേ ഇത് ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കും. അതായത് കറക്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഫുൾ സിലബസ് ഒക്കെ പഠിച്ച് എല്ലാം കഴിഞ്ഞ് റിവിഷൻ ഒക്കെ ചെയ്ത് ഞാൻ എക്സാമിന് തയ്യാറായി തോന്നുമ്പോഴാണ് ഈ മോക്ക് എക്സാം എടുക്കാൻ പോവുക. അത് വലിയൊരു ബ്ലണ്ടറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സമയം ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് വരികയാണ് തന്നെ എക്സാമിന് തലേന്നായിരിക്കും വരിക, ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റ്ലീസ്റ്റ് +1 എൻഡിലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങൾ നീറ്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്ട് വൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ബുക്സിന്റെയും മെറ്റീരിയൽസിന്റെയും കാര്യം. ഇതിൽ കൂടുതൽ മെറ്റീരിയൽസോ ഇതിൽ കൂടുതൽ റിസോഴ്സസോ ഒന്നും ഒരു നീറ്റ് ആസ്പിരന്റിന് ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 2 വർഷം ലോങ് ആയിട്ടുള്ള ജേർണിയാണ്, ഒരു പക്ഷേ ചിലവർക്ക് 3 വർഷം ലോങ് ആയിട്ടുള്ള ജേർണിയാണ് നിങ്ങൾ റിപ്പീറ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നിങ്ങളുടെ മെന്റാലിറ്റി ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. മെന്റാലിറ്റിയിലെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്തിനാണ് നീറ്റ്, എന്തിനാണ് MBBS. ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങൾക്ക് ഈ 2 വർഷം ഇതിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ. ഇത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് പോരുത്. കാരണം നിങ്ങൾക്ക് ഇത് കിട്ടില്ല, സത്യം തന്നെയാണ്. അതിന് കാരണം നിങ്ങൾക്ക് അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം. മൂന്നാമത്തെ കാര്യമാണ് പലരും ചോദിക്കാത്തൊരു ചോദ്യം, വൈ യു, എന്തിന് നിങ്ങളെ അവർ ഡോക്ടർ ആക്കണം. കാരണം നിങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ വളരെ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് ഗവൺമെന്റ് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യം? അതിനുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടോ? അതിനുള്ള ഒരു മോട്ടിവേഷൻ, ആ ജോബിനോടുള്ള ഒരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവർ ചൂസ് ചെയ്യേണ്ട ആവശ്യം? ഈ കാര്യം പലരും കൺസിഡർ ചെയ്യാത്തൊരു ചോദ്യമാണ്, പക്ഷെ നിങ്ങളും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡു യു ആക്ച്വലി ഡിസേർവ് ആൻ MBBS സീറ്റ്? സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഒറ്റയടിക്ക് കിട്ടിയില്ലെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അതിൽ ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ +1 +2 സ്കൂളിന്റെ ഇടയിൽ എത്ര മണിക്കൂർ ഈ നീറ്റിന് വേണ്ടി ഡിവോട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഒബ്വിയസ്ലി അതിന് റേഞ്ച് ഉണ്ട്, ഓരോ ആൾക്കാർക്കും ഓരോ റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക, ഓരോ ആൾക്കാർക്കും ഷെഡ്യൂളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ മിനിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്കൂൾ ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള സ്കൂൾ ഡേയ്സിൽ നിങ്ങൾ മിനിമം 2 hours എങ്കിലും നീറ്റിന് വേണ്ടി ഡിവോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, വീക്കെൻഡ്സിൽ നിങ്ങൾ മിനിമം 6 മണിക്കൂറെങ്കിലും നീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ സമയം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. മൂന്നാമത്തെ കാര്യം, റിവിഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. വെറുതെ പഠിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഓരോ വാക്കും ഓരോ സെന്റൻസും ഓരോ ഫോർമുലയും നിങ്ങൾ പഠിക്കുന്നത് നീറ്റ് എക്സാമിന് നിങ്ങൾ പോയി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഓരോ കാര്യം ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയമൊക്കെ വേസ്റ്റ് ആണ്. ഈ 2 മണിക്കൂർ 6 മണിക്കൂർ വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും മനസ്സിലാക്കാത്ത കാര്യമാണ്. അവർ മാക്സിമം സിലബസ് തീർക്കാനും മാക്സിമം കാര്യങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടും. പക്ഷെ അതൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടാൻ നമുക്ക് മടിയാണ്. ആ മടി നിങ്ങൾ ഓവർകം ചെയ്തിട്ട് ആ റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവില്ല എന്നാണ് സത്യം. അപ്പോൾ ആ റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അത് ഇതിനുള്ളിൽ തന്നെ കണ്ടെത്തിയാലും മതി. അപ്പോൾ ഇത്രയും സമയമാണ് നിങ്ങൾ ഡെയിലി ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടത്. മിനിമം ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾ സേഫ് സോണിലാണ്. ഇനി ഇതിൽ കുറച്ച് ട്രാപ്പുകൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൽ ട്രാപ്പുകളുടെ ബേസിക് ട്രാപ്പുകൾ ഞാൻ അഡ്രസ്സ് ചെയ്ത് തരാം. ഫസ്റ്റ് ട്രാപ്പാണ് കുറേ ബുക്ക് വാങ്ങാം. ഞാനും എൻ്റെ കാറ്റിൻ്റെ പ്രിപ്പറേഷൻ സമയത്തൊക്കെ ആദ്യം ഉണ്ടാക്കിയൊരു മിസ്റ്റേക്കാണ്. നമുക്കിങ്ങനെ കുറേ ബുക്ക് കാണുമ്പോഴത്തേക്കും അത് വാങ്ങാം, ഇത് വാങ്ങാം, ഒന്നും മിസ് ഔട്ട് ആയി പോകണ്ടേ, ഇങ്ങനെ എല്ലാം വാങ്ങിച്ചു പോകും. പക്ഷെ പഠിക്കാനാകുമ്പോഴത്തേക്കും എന്താണ്, നമുക്കെല്ലാം കൂടെ പറ്റില്ല. മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഒരേപോലത്തെ സാധനം തന്നെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് കുറേ ബുക്ക് വാങ്ങാനും കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ക്ലാസ്, നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്, അതിൻ്റെ മാത്രം ക്ലാസ് മതി. അതിന് പുറമെ ഓൺലൈനിൽ പോയി വേറെ പല ക്ലാസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇൻക്രിമെൻ്റൽ അതിൽ ബെനിഫിറ്റ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിവിഷനും നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കും അതിലുള്ള ചോദ്യങ്ങളും അതിന് പുറത്തുള്ള ചോദ്യങ്ങളിലൊക്കെ കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ബുക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ബുക്സ് ഫോളോ ചെയ്യുക. NCERTക്ക് അപ്പുറം ക്ലാസ്സസ് ഏതെങ്കിലും ഒരു സെറ്റ് ക്ലാസ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ക്ലാസ് കാണുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഒരേ ചാപ്റ്റർ തന്നെ മൾട്ടിപ്പിൾ ക്ലാസ് കാണുന്ന പരിപാടി നിർത്തുക. നെക്സ്റ്റ് കാര്യം, മോട്ടിവേഷൻ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വെറും വേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇൻട്രൻസിക്കലി നീറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഡോക്ടർ ആവുന്നതിനെ പറ്റി നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിക്കും ആവശ്യമുണ്ടോ? എന്തിനാണ് നിങ്ങൾ വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ? അപ്പൊ അങ്ങനെ മോട്ടിവേഷൻ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തരേണ്ട ആവശ്യമാണെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളോട് ചോദിക്കണം, ഇത് ശരിക്കും എനിക്ക് വേണ്ട ഒരു കാര്യമാണോ, ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? നാലാമത്തെ കാര്യം, റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് തുടങ്ങാൻ വേണ്ടിയുള്ള കറക്റ്റ് സമയം, PYQ തുടങ്ങാൻ വേണ്ടിയുള്ള കറക്റ്റ് സമയം, എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഞാൻ PYQ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ ഒരു സമയം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ PYQസും മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ലെവൽ മനസ്സിലാവും. അതാണ് ലാസ്റ്റ് കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഈ ചാപ്റ്റർ ഞാൻ സെറ്റ്
മിസ്സായി എന്നൊക്കെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓവർ എസ്റ്റിമേഷൻ ഇല്ലാതെ ആക്ച്വലി നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ ഒരു 10 PY കൊടുത്താൽ ചാപ്റ്ററിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശരിക്കത്തെ ലെവൽ എന്താണ്. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മോക്ക് എക്സാം എഴുതിയിട്ട് അതിന്റെ സ്കോർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലെവൽ എന്താണെന്നുള്ള കാര്യം. ആ ലെവൽ, ആ റിയാലിറ്റി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആക്ച്വൽ റിയാലിറ്റി ഹിറ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ നീറ്റ് എക്സാമിന്റെ ദിവസത്തിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പറേഷന്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തൊരു ചോദ്യം, പല കുട്ടികളും ആക്ച്വലി ആദ്യം മുതൽ ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, എങ്കിലും നമ്മുടെ കേരളത്തിൽ എല്ലാവരും ആദ്യം മുതൽ തന്നെ ചിന്തിച്ചു കൊടുക്കുന്ന കാര്യമാണ്, റിപ്പീറ്റിന് പോയാലോ. അപ്പോൾ +1 +2 നീറ്റ് എഴുതി കിട്ടിയില്ലെങ്കിൽ പലർക്കും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് റിപ്പീറ്റിൽ പോയാലോ. അപ്പോൾ ഇതിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് റിപ്പീറ്റിന് പോവാം, പക്ഷെ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് മിസ്സായാൽ മാത്രം. നിങ്ങൾക്ക് മേ ബി ഒരു 40-50 മാർക്കിലൊക്കെയാണ് ഇത് മിസ്സായെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം ഞാൻ ഒന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സ്കോർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റി ചിന്തിക്കാം. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെയല്ല പോകാറ്. പല ആൾക്കാർ ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പല കുട്ടികളോട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, നീറ്റ് തീരെ പ്രിപ്പയർ ചെയ്യാതെ പരീക്ഷ എഴുതും, എന്നിട്ട് ഒബ്വിയസ്ലി കിട്ടില്ലല്ലോ. അപ്പം അവർ വിചാരിക്കും എന്താണ്, കുഴപ്പമില്ല, പ്രിപ്പയർ ചെയ്യാതെ എഴുതിയിട്ടല്ലേ, ഞാൻ പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കും. ഇത് ആക്ച്വലി ഒരു മണ്ടത്തരാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അടുത്ത വർഷം കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് മേ ബി ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് മിസ്സായ കുട്ടികളുടെ അടുത്തായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും, വളരെ കുറവായിരിക്കും. ഇനി ഒബ്വിയസ്ലി ഇതിൽ കുറേ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ യൂട്യൂബിലും അതുപോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. +2 തോറ്റു, 10ാം ക്ലാസ്സിൽ A+ ഇല്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത്രേ സ്കോറേ ഉള്ളൂ, എന്നിട്ട് നീറ്റിൽ ഇത്ര സ്കോർ പിന്നീട് നേടി. മനസ്സിലാക്കേണ്ട കാര്യം, അതൊക്കെ ഔട്ട്ലയേഴ്സ് ആണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് 10ാം ക്ലാസ്സിൽ A+ ഇല്ലാത്ത, +2 വളരെ മാർക്ക് കുറഞ്ഞാൽ, +2 തോറ്റ, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വളരെ കുറഞ്ഞ മാർക്ക് കിട്ടിയ ഈ കുട്ടികളിൽ എത്ര പേര് ആക്ച്വലി നീറ്റ് പിന്നീട് കിട്ടുന്നുണ്ട്? അതിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 0.1 അല്ലെങ്കിൽ 0.2% കുട്ടികൾ ഉണ്ടാവുള്ളൂ ഇതുപോലെ ആയി വരുന്നവർ. ഒബ്വിയസ്ലി അവരെ പറ്റിയുള്ള അവരുടെ കഥകളെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരുടെ കഥ നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആക്ച്വലി ചിന്തിക്കേണ്ട കാര്യം, ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നേരെ തിരിച്ചാ ചിന്തിക്കേണ്ടത്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തീരെ മാർക്ക് ഇല്ലാത്ത കുട്ടികളിൽ നിന്ന് എത്ര പേർക്ക് പിന്നീട് കിട്ടിയെന്നുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ചോദ്യം നോക്കുന്നത്. ഒബ്വിയസ്ലി അതിന്റെ ഡേറ്റയും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, ആരും തരാനും പോകുന്നില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിയാലിറ്റി എന്താണെന്നുള്ള കാര്യം. ഞാൻ പറയുന്നത് മനസ്സിലായി വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മിസ്സായി കഴിഞ്ഞാൽ യു ഹാവ് എ ഗുഡ് ചാൻസ്. അല്ലാത്ത കേസസിൽ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ആഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ +1 +2 നിങ്ങളുടെ മാക്സിമം ഇടണം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് മിസ്സാണെങ്കിൽ മേ ബി നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആസ് എ സ്റ്റുഡൻറ്റ് ഇത് ഭയങ്കര സ്ട്രെസ്ഫുള്ളും ഒരു സൈക്കോളജിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ +2 കഴിഞ്ഞു, നിങ്ങളുടെ പല ഫ്രണ്ട്സും കോളേജിലൊക്കെ കയറിയിട്ടുണ്ടാവും, അവരവരുടെ നല്ല ജീവിതം നല്ല സമയം ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അതും ഫുൾ ടൈം പഠനം. മറ്റേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചെങ്കിലും ഫണ്ട് ഉണ്ടായിരുന്നു, ഇത് ഫുൾ ടൈം പഠനം, ക്ലാസ് പഠനം. അത് തന്നെ സ്ട്രെസ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു പ്രഷറും ഉണ്ടാവും. നിങ്ങളുടെ പേരൻസ് ഒരു പക്ഷേ നിങ്ങളെ പോലെ പ്രഷർ ചെയ്യാത്ത പേരൻസ് ആയിരിക്കും, നല്ല പേരൻസ് ആയിരിക്കും. മേ ബി നിങ്ങളും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളായിരിക്കും. പക്ഷേ ഒരു ഇംപ്ലിസിറ്റ് ഒരു പ്രഷർ അവിടെ വരുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ പേരൻസ് കുറേ പൈസ ഇതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു വർഷം നിങ്ങൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വർഷം കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ഒരു പ്രഷർ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വർഷം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. സോ യു ഹാവ് ടു റിയലി തിങ്ക് നിങ്ങൾക്ക് അത് വേർത്താണോ എന്നുള്ള കാര്യം. വേർത്താണെങ്കിലും നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഫോളോ ചെയ്താൽ അത് ശരിക്കും അവസാനം വേർത്താനുള്ള ചാൻസ് കാണുന്നുള്ളൂ. ലാസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഒരു ബാക്കപ്പ് വെക്കുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിലും, നിങ്ങൾ ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവും. ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് ബോർഡ് എക്സാം ആണ്. ബോർഡ് എക്സാമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ നിങ്ങൾ സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് അവിടെ തന്നെ വന്നു. അതുകൂടാതെ വേറെയും പല എൻട്രൻസ് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ +1 +2 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നീറ്റ് മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതരുത്. എന്തൊക്കെ എൻട്രൻസ് എക്സാംസ് ഉണ്ടോ അതൊക്കെ മാക്സിമം എഴുതാം. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം, നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പല എൻട്രൻസ് എക്സാംസും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതിൽ ഏതെങ്കിലുമൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടോ? അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഓപ്ഷൻ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പിന്നീട് തോന്നുകയാണ് ആ ഒരു കരിയർ കൊള്ളാലോ. കാരണം പല കുട്ടികളും ഈ +1 +2 ആവുന്ന സമയത്ത് ബാക്കിയുള്ള കരിയേഴ്സിനെ പറ്റി ചിന്തിക്കില്ല. ആകെ ചിന്തിക്കെന്താ, ഒന്ന് ഡോക്ടറാണ് ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയറാണ് എഞ്ചിനീയർ, അല്ലെങ്കിൽ മേ ബി 1-2 ഫീൽഡൊക്കെ അവർക്ക് അറിയാം, ബാക്കിയുള്ള ഒന്നും ചിന്തിക്കാറില്ല. മേ ബി നിങ്ങൾ +2 കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം എഴുതി കഴിയുമ്പോഴായിരിക്കും അത് കൊള്ളാലോ എന്ന് നിങ്ങൾക്ക് തോന്നുക. അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി ആ പരീക്ഷ എഴുതണം. അപ്പോൾ എപ്പോഴും ബാക്കപ്സ് വെച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ബാക്കപ്പ് വെക്കുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ഇൻഫാക്ട് എല്ലാവരും ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. തീർച്ചയായും അതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്, ഈ 22 ലക്ഷം പേര് ഈ പരീക്ഷ എഴുതുന്നുണ്ടല്ലോ, എത്ര പേർക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്? അപ്പോൾ അവിടെ നമുക്ക് ഡേറ്റ നോക്കിയാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് 1 ലക്ഷത്തിലധികം MBBS സീറ്റ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണ്, ഒരു 5% ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് സീറ്റ്സ് ഡിവൈഡ് ബൈ 22 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5% ചാൻസ് ഉണ്ട്.
വിച്ച് ഇസ് നോട്ട് ബാഡ്. ഭയങ്കര അടിപൊളിയല്ല, എന്നാലും മോശമൊന്നുമില്ല. 5% ചാൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടും എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ ഇന്ത്യയിലെ MBBS സീറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാലാണ് ഈ ഒരു ഡേറ്റ. പക്ഷെ നിങ്ങളുടെ പലരുടെയും ആഗ്രഹം ഇങ്ങനത്തെ മെഡിക്കൽ കോളേജിൽ, നമ്മുടെ കേരളത്തിലെ നല്ല നല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ്, കാലിക്കറ്റ് ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയിംസ്, പല എയിംസും ഉണ്ട്, ജിപ്മർ, AFMC, ഇനി പ്രൈവറ്റിലാണെങ്കിൽ തന്നെ CMC വെല്ലൂർ, KMC മണിപ്പാൽ, പിന്നെ അതുപോലെ പല പല ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ടോപ്പ് മെഡിക്കൽ കോളേജിലായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ പഠിക്കാൻ ആഗ്രഹം. അങ്ങനെ നമ്മൾ നോക്കിയാൽ എത്ര സീറ്റ്സ് ഓൾമോസ്റ്റ് ഉണ്ടാവും? വളരെ കുറവ് സീറ്റ്സേ ഉണ്ടാവുള്ളൂ. മേ ബി ഒരു 8,000 സീറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും? അത് ആക്ച്വലി സ്റ്റാഗറിംഗ്ലി ലോ ആണ്. 22 ലക്ഷം പേരിൽ നിന്ന് 0.36% ഇങ്ങനത്തെ കോളേജിൽ എത്തുന്നുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ബേസിക്കലി 1000-ൽ ഒരു 3-4 പേരെ ഇതിലുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങാൻ. അത്ര കുറവ് ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ എനിക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് എങ്കിലും ഉള്ളൂ. ഇനി ഈ ഹാർഡ് വർക്ക് ചെയ്താൽ ചാൻസേ ഉള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം അതിന് ലോജിക് ഉണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഒരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതായത് പല കുട്ടികളും ചെറുപ്പം മുതൽ നന്നായിട്ട് പഠനശീലമുള്ള, മേ ബി പഠനത്തിന്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ കഴിവ് കാണിക്കുന്ന പല കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്ക് ഇൻഹെറന്റ്ലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതില്ലാത്ത ഒരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഹാർഡ് വർക്ക് ഓൾസോ മാറ്റേഴ്സ്. ഇനി മനസ്സിലാക്കേണ്ട ഈ പഠനത്തിൽ കഴിവുള്ള കുട്ടികൾ ഇൻഹെറന്റ്ലി പഠനത്തിൽ കഴിവുള്ളവരാവാം ജനിക്കുമ്പോൾ തന്നെ. അതുകൂടാതെ ഹാർഡ് വർക്കിലൂടെയും ആ പഠനത്തിൽ കഴിവെടുത്ത് ഉണ്ടാക്കിയെടുത്ത പല കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ജനറലി അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതിന് പുറമെ അവർ +1 +2 ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഇത് ഈ കോമ്പിനേഷൻ ആണ്, ഒരിക്കലും ഒരു സിംഗിൾ ഫാക്ടർ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിന് പുറമെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കുട്ടി ഒരു പഠനത്തിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, +1 +2 ഒക്കെ നന്നായിട്ട് ഓൾറെഡി പഠിക്കുന്നതാണ്, 10ാം ക്ലാസ് വരെ നന്നായിട്ട് A+ ഒക്കെ വാങ്ങിച്ച് നന്നായിട്ട് പഠനശീലമുള്ള കുട്ടിയാണ്. ആ കുട്ടി ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് ഈ ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനത്തെ ഒരു കുട്ടീനെ ബീറ്റ് ചെയ്തിട്ട് വേണ്ടി വരും മേ ബി നിങ്ങൾക്ക് ആ 1000-ൽ 3-4 ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് ഇത് ശരിക്കും വേണോ എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവണം എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം മാത്രമേ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തുള്ളൂ, നമുക്ക് എത്രത്തോളം പഠനത്തിനോടുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ കുറെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 2 വേരിയബിൾസ് ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചാൻസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതുവരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളെ ഓവർ എൻകറേജ് ചെയ്യുന്നില്ലാത്ത പോലെ? അതായത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം MBBS അല്ലെ നീറ്റിന് പോയാൽ മതി എന്ന് പറയുന്ന ഒരു ടോണിലായിരിക്കും നിങ്ങൾക്ക് ഇത് എൻ്റെ ഒരു സംസാരം ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അതിന് കാരണമുണ്ട്. അതിന്റെ ഫസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. നിങ്ങൾ ഈ +1 +2 നിങ്ങൾ നീറ്റിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, മേ ബി റിപ്പീറ്റും കൂടി ചെയ്യുന്നുണ്ട്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഒബ്വിയസ്ലി പൈസ മാത്രമല്ല, നിങ്ങളുടെ സമയം പോവുകയാണ്. ആ സമയം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യായിരുന്നു. ഒന്ന്, ജീവിതം കുറച്ചുകൂടി സമാധാനപരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം +1 +2. പിന്നെ അത് പോട്ടെ, നമുക്ക് +1 +2 ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് പിന്നീട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ആ 2 വർഷം അല്ലെ 3 വർഷം നീറ്റിന് വേണ്ടി തന്നെയാണോ നിങ്ങൾ എഫേർട്ട് ഇടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വേറെ പല കാര്യങ്ങൾക്ക് മേ ബി നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാവും. അതിനുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് നീറ്റ് തന്നെയാണോ വേണ്ടത്. അതല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾ +1 +2 നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സമയവും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫീൽഡുകളിൽ വേറെ ലെവലിൽ എത്താനുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ലോങ് ജേർണി. നിങ്ങൾ നീറ്റ് എഴുതി പാസ്സായി MBBS സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഇത് ഇന്നത്തെ കാലത്ത് കൂടുതൽ റെലവെന്റ് ആണ്. അതിന് കാരണം എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഡേറ്റയിലുണ്ട്. അതായത് നിങ്ങൾ ഒരു MBBS സീറ്റ് കിട്ടി കഴിഞ്ഞാലും നിങ്ങൾ ഡോക്ടർ ആവാൻ വേണ്ടി എത്ര വർഷം എടുക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു 6-8 വർഷത്തിൽ ഡോക്ടർ ആവുമായിരുന്നു. നിങ്ങൾക്ക് ആക്ച്വലി പ്രാക്ടീസ് ഒക്കെ തുടങ്ങാം, നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ടുള്ള ശമ്പളമൊക്കെ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർ നിങ്ങളായി. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല സ്ഥിതി. നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്തു, നിങ്ങൾ റിപ്പീറ്റ് ഒന്നും ചെയ്യാതെ ക്രാക്ക് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. 5.5 വർഷം MBBS മാൻഡേറ്ററി ആണ്. പിന്നീട് അതിനുശേഷം നിങ്ങൾ PG എടുക്കേണ്ടി വരും. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ MBBS ഡിഗ്രി വെച്ച് മാത്രം ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് സത്യം. അത് ഇന്ന് കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് മേ ബി നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഇനി ഒരു 8-9 വർഷമൊക്കെ ആയിരിക്കും, ഡിപ്പെൻസ് ഓൺ യുവർ ഏജ്. അപ്പോഴത്തേക്കും ഇത് തീരെ ഇറലവെന്റ് ആവും. ഇറലവെന്റ് എന്ന് പറഞ്ഞാൽ MBBS ഡിഗ്രിക്ക് വാല്യൂ ഇല്ല എന്നല്ല, അത്രയും ആൾക്കാർക്ക് MBBS ഡിഗ്രി ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ MBBS ഡിഗ്രി മാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താ ചെയ്യുന്നത്? PG ആണ് എടുക്കുന്നത്. PGക്ക് വേണ്ടി കറന്റ് ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, നീറ്റ് PG, നീറ്റ് UG പോലെ തന്നെ. അതിനും ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ഞാൻ പല ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ പറയുന്നത്, കുറച്ച് വർഷങ്ങൾ മുമ്പാണെങ്കിൽ 1 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുകയാണ് 2 വർഷമാണ് ആവറേജ് ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ ആൾക്കാർ ചെയ്യുന്നത്.
ചിലവർ 3 വർഷം എടുക്കാറുണ്ട് നീറ്റ് PG ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 to 3 years ആണ് അവിടെ നിങ്ങൾ കാണേണ്ടത്. നമുക്ക് 1 year ഉള്ളൂ വിചാരിക്കാം, നിങ്ങൾ അടിപൊളി പഠിച്ച് 1 year ക്രാക്ക് ചെയ്തു. ഇനി നീറ്റ് PGയുടെ കാര്യത്തിൽ ആ ഒരു എക്സാമിനേഷൻ ഒഴിവാക്കാനുള്ള ഒരു പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മേ ബി ആ ഒരു എക്സാമിനേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പ്, 1 year ഗ്യാപ്പ് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. PGക്ക് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാൻഡേർഡ് 3 years ആണ്. 3 years കഴിഞ്ഞിട്ട് PG കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ പ്രകാരം നിങ്ങൾക്ക് ജോലി കിട്ടും, പക്ഷെ നല്ല ശമ്പളമില്ല. ഫ്യൂച്ചറിൽ ഒരു അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈപ്പ് രീതിയിലാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് PG മാത്രം മതിയാവില്ല, നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി കൂടി വേണ്ടി വരും. ഇനി മനസ്സിലാക്കേണ്ടത്, ഇന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ ഭയങ്കര ഉയരും. അതായത് MBBS എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ PG ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ PG മതിയാവില്ല, നിങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കാകുമ്പോഴത്തേക്ക് എന്തായാലും സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ട രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മേ ബി ഒരു 1 year ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ വീണ്ടും 3 years ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡ് നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി നിങ്ങൾ കിട്ടുന്നു, നിങ്ങൾ ഡോക്ടറായി. ഇനി ഫ്യൂച്ചറിൽ ഇത് കഴിഞ്ഞിട്ടും ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ആസ് ഓഫ് നൗ ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതിൽ നമ്മൾ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 5.5 വർഷം പോയി, ഇവിടെ ഒരു വർഷം പോയുള്ളൂ എന്ന് വിചാരിക്കാം, 6.5 വർഷം. ഇവിടെ റിപ്പീറ്റിന്റെ ഞാൻ കൂട്ടിയിട്ടില്ല. ഇവിടെ ഒരു 3 വർഷം കൂടി ആയപ്പോഴത്തേക്കും 9.5 വർഷം. ഇവിടെ നമ്മൾ പറഞ്ഞാൽ 10.5 വർഷം. പിന്നെ ഇതും കൂടി ആഡ് ചെയ്താൽ ഒരു 13.5 വർഷം. അപ്പം മിനിമം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ടൈമാണ്. പക്ഷെ റിയാലിറ്റിയിൽ ഒരു 13-14 years ആണ് നിങ്ങൾക്ക് ആക്ച്വലി ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 10-12 years എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിത് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ പഠിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു പക്ഷേ ഇറ്റ് ഇസ് നോട്ട് മെന്റ് ഫോർ യു. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത്. ലാസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി തന്നെയാണോ ഈ ഡോക്ടറിന്റെ ജോലി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മോശം രീതിയിൽ നല്ല രീതിയിൽ ഒന്നുമല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് തന്നെയാണോ ഒരു ഡോക്ടർ ഡെയിലി ലൈഫിൽ അണ്ടർഗോ ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലും പല ഡോക്ടേഴ്സിന്റെ അനുഭവങ്ങൾ പറയുന്ന കാര്യങ്ങളും ബ്ലോഗ്സും ഒക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതൊക്കെ വായിച്ചും കണ്ടുപിടിച്ചും നിങ്ങൾ മനസ്സിലാക്കണം ആക്ച്വലി ഒരു ഡോക്ടറിന്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ള കാര്യം. മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ശമ്പളം കിട്ടും, കുറേ പൈസ ഉണ്ടാക്കാം. മേ ബി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഡോക്ടേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണോ ഇന്നത്തെ സിനാരിയോ? ഇന്നത്തെ ഒരു ഡോക്ടർ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല ഇതിൽ വേറെ വശം എന്ന് വെച്ചാൽ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡോക്ടർ ആവുന്നെങ്കിൽ മേ ബി ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് മോട്ടിവേഷൻ. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ പല ജോലികളുണ്ട്, അതിൽ ഡോക്ടർ ആവുക എന്നുള്ള ഇന്നത്തെ കാലത്ത് ഒരു നല്ല ജോലി ആയിരിക്കില്ല. അത് മേ ബി ഈ ഒരു പ്രൊഫഷന്റെ കാര്യത്തിൽ പൈസ എന്നുള്ള മോട്ടിവേഷൻ ഒരു കാലത്ത് ഒരു നല്ല ഐഡിയ ആയിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ലാസ്റ്റ് കാര്യമുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം വർക്ക് ചെയ്തു, നിങ്ങൾക്ക് നല്ല പാഷനേറ്റ് ആണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു, എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല. മേ ബി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമും കിട്ടിയില്ല, മേ ബി നിങ്ങൾക്ക് റിപ്പീറ്റ് കഴിഞ്ഞിട്ടും കിട്ടിയില്ല. യു ഷുഡ് ഓൾവേസ് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. കാരണം ഞാൻ പറഞ്ഞു സക്സസ് റേറ്റ് 0.36% ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ. ഇനി ഇവിടെ ഒബ്വിയസ്ലി സൂപ്പർ റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്ന ട്രെൻഡ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ അധികം മണ്ടത്തരാണ്. അൺലെസ് നിങ്ങൾക്ക് അത്രയും ചാൻസ് തോന്നുന്നുണ്ട്, നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മേ ബി അതിനൊരു സെൻസ് ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലാത്ത പക്ഷേ അതിന് സെൻസ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വാട്ട് ഇഫ് യു ഡോണ്ട് ഗെറ്റ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഇട്ട ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു ക്വാളിറ്റി, അതൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എക്കാലവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പോകുന്ന കാര്യമാണ്. പല ആൾക്കാരും +1+2 സാധാരണ പോലെ പഠിച്ചു പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് കോളേജിൽ എത്തുമ്പോൾ അവരങ്ങനെ തന്നെ ആയിരിക്കും, ഉഴപ്പി ജോലിയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ തന്നെ ഉഴപ്പി. അതുകൊണ്ട് തന്നെ ലൈഫിൽ അവർക്ക് അഡ്വാൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു പണി ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് നാളെ എവിടെ പോയാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ജീവിതകാലം മൊത്തം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ എക്സ്പീരിയൻസ് ആണ്. അത് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഷോർട്ട് ടേമിൽ ഹെൽപ്പ് ചെയ്യാൻ പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം പല ബാക്കിയുള്ള എൻട്രൻസ് എക്സാംസും ഇതുപോലെ തന്നെ നീറ്റ് എക്സാമിന്റെ പാറ്റേണിലായിരിക്കും നടത്തുക. മേ ബി ക്വസ്റ്റ്യൻസിന്റെ ലെവൽ കുറച്ച് മുകളിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് താഴെയായിരിക്കും. മേ ബി ഫിസിക്സ് കെമിസ്ട്രിക്ക് പകരം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആയിരിക്കും ഉണ്ടാവും, ബയോളജിക്ക് പകരം. ആ ചെറിയ ഡിഫറൻസ് അല്ലാതെ ബാക്കി പല കാര്യങ്ങളിലും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ ബാക്കി പല എൻട്രൻസ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. ഇത് ലോങ് ടേമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കേണ്ട എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുന്നത്.
അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പല ഫ്രണ്ട്സും NIT IIT പഠിച്ചവർ ഈ CAT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഈസി ആയിരുന്നു ജേണി. കാരണം അവരുടെ ജീവിതത്തിൽ മൾട്ടിപ്പിൾ എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഷെഡ്യൂൾ അറിയാം, എങ്ങനെയാണ് MCQs ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാം, എങ്ങനെയാണ് ഒരു എക്സാമിന് സ്ട്രാറ്റജി, അതായത് ഏതൊക്കെ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യണം, ഏത് ക്വസ്റ്റൻസ് വിടണം, എങ്ങനെയാണ് ടൈം ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം, എങ്ങനെയാണ് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് A to Z അവർക്ക് ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കും ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കര വലുതായിരിക്കും. നിങ്ങൾ നീറ്റിന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഫ്യൂച്ചറിൽ പല പല എക്സാംസിന് പല പല കരിയർ അഡ്വാൻസ്മെന്റിന് ഈ എക്സാംസ് ഒക്കെ എഴുതേണ്ടത് ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്ത്. അപ്പം അവിടെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് കാര്യം, നോ വാട്ട് ഇഫ്. അതായത് പല കുട്ടികൾക്കും ഉണ്ടാവും +2 ഒക്കെ കഴിഞ്ഞിട്ട് നീറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തതായിരിക്കും. അവർ പിന്നീട് ആലോചിക്കും, എനിക്ക് അന്ന് ഡോക്ടർ ആവാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എവിടെ ഇതായിപ്പോയി. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളത് ട്രൈ ചെയ്തു, അവിടെ വാട്ട് ഇഫ് എന്ന് പറഞ്ഞ പ്രശ്നമില്ല. അതൊരു നല്ല കാര്യം മോശം കാര്യമാണെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടി വരില്ല. അത് നിങ്ങൾ ആ ഒരു എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു, നിങ്ങൾ അടുത്ത ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടി റെഡിയായി. നെക്സ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല കുട്ടികളും ഇത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നില്ല, ഈ നീറ്റ് ആയിക്കോട്ടെ MBBSും ഈ പരിപാടി ആയിക്കോട്ടെ, ഇതൊക്കെ ലൈഫിലെ ബിഗിനിങ് മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും പിന്നീട് വരാനുണ്ട്. അതിൽ ചെറിയൊരു എപ്പിസോഡ് മാത്രമേ ഈ എൻട്രൻസ് പ്രിപ്പറേഷനും ഈ നീറ്റൊക്കെ. അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ കണ്ടു. ഒരു ഡോക്ടർ ആവണമെങ്കിൽ തന്നെ നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയിട്ട് പാസ്സായാൽ പോലും നിങ്ങൾ ഡോക്ടർ ആവണമെങ്കിൽ അത് വെറും ഒരു കുഞ്ഞ് സ്റ്റെപ്പ് മാത്രം അവസാനം നിങ്ങൾ നോക്കുമ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നീറ്റിന്റെ റോളും. അതിൽ കൂടുതൽ ഒരു റോളും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ എവിടെ എത്തുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോ ദിവസം എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് എത്ര അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കുന്നു, നിങ്ങളുടെ സ്കിൽസ് എത്ര ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ്. അതല്ലാതെ ഒരു എക്സാമിൽ എത്ര സ്കോർ കിട്ടി എന്നുള്ള കാര്യമല്ല. അത് ഈവൻ നിങ്ങൾ ഡോക്ടർ ആവാൻ പോയാലും അങ്ങനെ തന്നെയല്ല. നിങ്ങൾ നീറ്റ് എക്സാമിന് ഭയങ്കര റാങ്ക് ഒക്കെ വാങ്ങിച്ച ആളായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് PGയിൽ സീറ്റ് കിട്ടുക, ഇവിടെ കിട്ടുമോ, നിങ്ങൾക്ക് നാളെ നല്ല പേഷ്യൻസിന് കിട്ടുമോ, പേഷ്യൻസ് നിങ്ങൾ വിശ്വസിച്ച് വരുമോ? ഇല്ല. അത് ജസ്റ്റ് ഒരു കാര്യം മാത്രമാണ്, അത് കഴിഞ്ഞു, അത് അന്നത്തോടെ തീർന്നു. നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ എക്സാം അവിടെ തീർന്നു. അപ്പൊ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാക്കി ആ മിസ്റ്റേക്സിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക ആൻഡ് മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പല കുട്ടികളും ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ ഇത് കിട്ടും എന്നൊക്കെ വിചാരിച്ച് അവസാനം ഈ ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഷോക്കായിട്ട് അവർക്കും മേ ബി അവരുടെ പേരൻസിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവരൊക്കെ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തരുത്. ഇത് പെസിമിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയല്ല, നെഗറ്റീവായിട്ട് നെഗറ്റിവിറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് എന്ത് സിറ്റുവേഷനും നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു സർക്കംസ്റ്റാൻസിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യണം, നിങ്ങളുടെ പേരൻസിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് നീറ്റ് എക്സാം എന്താണെന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ആൻഡ് വാട്ട് ഇറ്റ് ടേക്സ് ടു ബി എ ഡോക്ടർ എന്നുള്ളതിന്റെ കൃത്യമായുള്ള ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയവരാണെങ്കിൽ, ഇനി അത് നേടിയെടുക്കാനുള്ള ആഗ്രഹം കൂടിയിട്ടേ ഉള്ളൂ എങ്കിൽ യു മേ ബി ഡെസ്റ്റിൻഡ് ടു ബിക്കം എ ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ പ്രിപ്പറേഷന് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ നേടാനും നല്ലൊരു ഡോക്ടർ ആവാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതേസമയം മേ ബി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, നിങ്ങൾക്ക് ഇത് ശരിക്കും വേണോ? വേറെ എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് ഈ ലോകത്തുള്ളത്, അതിൽ ഏതായിരിക്കും എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഈ ഒരു പ്രോസസ് എങ്ങനെയാണ് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കരിയർ വീഡിയോ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക, നമുക്ക് അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേസമയം നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. അവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.